ഇന്നത്തെ വിശുദ്ധ കോൺറാഡ്. ഇറ്റലിയിലെ പിയാചെൻസയിൽ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ കോൺറാഡ്. ഒരിക്കൽ നായാട്ടിനിടയിൽ അദ്ദേഹം അശ്രദ്ധമായി കത്തിച്ച തീ വലിയൊരു കാട്ടുതീയായി പടരുകയും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ആ കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ കോൺറാഡിന്റെ മനസാക്ഷി അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹം സത്യം തുറന്നു പറയുകയും തന്റെ സമ്പത്തെല്ലാം വിറ്റ് നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായി മാറി. മരണം വരെ ഏകാന്തതയിലും പ്രാർത്ഥനയിലും കഠിനമായ തപസ്സിലും ദൈവത്തെ സേവിച്ചു. പ്രാർത്ഥന. വിശുദ്ധ കോൺറാഡെ, തെറ്റുകൾ തിരിച്ചറിയുവാനും അത് ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യുവാനുമുള്ള വലിയ മനസ്സ് കാണിച്ച പശ്ചാത്താപത്തിന്റെ വിശുദ്ധയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഭൗതികമായ സമ്പത്തിനേക്കാളും പദവികളെക്കാളും ഉപരിയായി ദൈവഹിതത്തിന് മുൻഗണന നൽകുവാനും ലളിതമായ ജീവിതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തോടടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകളിൽ നിരാശപ്പെടാതെ ദൈവകാരുണ്യത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. இறைவனின் புனிதர்களே, எங்களுக்காக வேண்டிக் கொள்ளும்.